പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 18-ാം തീയതി ചൊവ്വാഴ്ച. വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വലിയ നോമ്പിലെ 17-ാം ദിവസം. കർത്താവേ, അങ്ങ് നൽകിയിരിക്കുന്ന ഈ പുതിയ ദിനത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങേക്ക് പ്രീതികരമായ ജീവിതം ഇന്ന് നയിക്കാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈ ദിവസം മുഴുവനും അങ്ങയുടെ സജീവമായ സാന്നിധ്യം ഞങ്ങളോടൊപ്പം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രത്യേക നിയോഗം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം സമർപ്പിക്കാം. ലൂക്കാ സുവിശേഷം 21-ാം അധ്യായം 34-35 വചനങ്ങൾ ഇന്ന് ധ്യാനിക്കാം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസവും ഓരോ അവസരമാണ്. തെറ്റുകൾ തിരുത്തി മരണത്തിനൊരുങ്ങാനുള്ള അവസരം. വചനത്തിൽ പറയുന്ന തിന്മകൾ വളരെ ലാഘവബുദ്ധിയോടുകൂടി ചെയ്തു കൂട്ടുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാറുള്ളത്. മദ്യം വിളമ്പാത്ത ആഘോഷങ്ങൾ വളരെ വിരളം. മറ്റുള്ളവർക്ക് വിഷമമാകാതിരിക്കാനാണ് എന്നുള്ള പേരും. ഈശോയ്ക്ക് വിഷമമാകുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കാറില്ല. കർത്താവെ, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാതെ അങ്ങയെ മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.